ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ദാവീദ് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. തിങ്ക് മ്യൂസിക് ഇന്ത്യ കോപ്പിറൈറ്റ് വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കണ്ടേക്കാം. 1 മിനിറ്റ് 31 സെക്കൻഡ്. എല്ലാ തവണയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാവീദ് എന്ന് പറഞ്ഞ അത്ര പ്രതീക്ഷയുള്ള സിനിമയാണ്. ഫുൾ ബോക്സിംഗ് ഓറിയന്റഡ് സാധനമാണ്. ലെറ്റ്സ് വാച്ച്. റെഡി. ക്രിസ്തുവിന് 300 വർഷം മുമ്പ് പാലസ്തീനിൽ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, ഗോലിയ. ആയോധന കലകളിൽ അതിസമർത്ഥനായിരുന്ന അയാൾ സകല രാജ്യങ്ങളും കീഴടക്കിയ ശേഷം ഇസ്രായേലിന്റെ അതിർത്തിയിലും എത്തി. രാജ്യം വിട്ടു നൽകി അടിയറവ് പറയാത്ത രാജാവിനോട് അയാൾ യുദ്ധം പ്രഖ്യാപിച്ചു. I can smell fear in my opponent. I can see the fear in their eyes. നമ്മളിടിച്ച് ഷേപ്പ് മാറ്റുന്നൊക്കെ വെറുതെ പറയാറുള്ളൂ. അവനത് ചെയ്യണോനാ. തന്റെ ഭീഷണി പറഞ്ഞവസാനിപ്പിച്ച് തിരിഞ്ഞ ഗോലിയാത്തിന്റെ നെറുകയിൽ ദാവീദിന്റെ കവണയിൽ നിന്നും ഒരു കല്ല് വന്ന് പതിച്ചു. ഒരു ഹുക്ക്, ഒരു ജാബ്, അതിലും തീർന്നില്ലേ ഒരു അപ്പക്കട്ട്. നീ തീർന്നടാ. മതി, ഇത് മതി. നമ്മൾ പ്രതീക്ഷിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. പഞ്ച്. മറ്റേ ആ കുട്ടി പറയുന്നുണ്ടല്ലോ, എന്താണ് ആദ്യം ഒരു എന്തോ 2 സാധനം പഞ്ച്, പിന്നെ വേറെന്തോ ഒരു സാധനം, അതിലും തീർന്നില്ലെങ്കിൽ ഒരു അപ്പർ കട്ട്. നീ തീർന്നടാന്ന് പറഞ്ഞത് ആ സാധനം ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ കോളേജ് ലൈഫ് ആണെന്നാണ് തോന്നുന്നത്. നായിക മാത്രം വേറെ ആരെല്ലാണെങ്കിൽ പൊളിച്ചേനെ. ലിച്ചിയാണ് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ആ സിനിമയുടെ കണക്ഷൻ കൊടുത്തായിരിക്കും ഇത് അങ്കമാലി ഡയറീസ്. എന്തായാലും എനിവേ, അത് നമുക്ക് എന്താണെന്ന് അറിയില്ല, അത് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തേക്കണമെന്ന് അറിയില്ല. ആ ബ്ലാക്ക് ഡ്രസ്സിൽ എന്താ മൊഞ്ചൻ. എന്നിട്ട് ആ ലെഫ്റ്റ് കൈ കൊണ്ടൊരു പഞ്ച്, അത് കഴിഞ്ഞിട്ട് ആ കൈ കൊട, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു മാസ് പരിവേഷം അവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ബോക്സിങ് ചെയ്തേക്കണ ഒരു ഫ്രെയിംസ് പക്ക നമ്മൾ ഹോളിവുഡ് ഫിലിംസിൽ കാണുന്ന ഒരു ഫ്രെയിംസ് ഉണ്ടല്ലോ. ഞാൻ ഹോളിവുഡായിട്ട് അങ്ങനെ താരതമ്യം ചെയ്യില്ല. ഒരു പക്ഷെ അവർ നല്ല ഒരുപാട് എന്താ പറയാ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അതിന് ഇൻസ്പയർ ആയിട്ട് കുറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ എന്തായാലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോളിവുഡ് സിനിമകൾ ഒരുപാടുണ്ട് ഇത്തരം ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. അതിലെ കാണുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ഭയങ്കര ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഫ്രെയിംസിൽ 2 പേരും കൂടെ പഞ്ച് ചെയ്ത സാധനം അത് പക്ഷെ നമ്മുടെ പെപ്പേനേക്കാളും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ പഞ്ച് കറക്റ്റ് പെപ്പയെ കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ മ്യൂസിക്, ജസ്റ്റിൻ വർഗീസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി മ്യൂസിക്. ശരിക്കും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പടം ശരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ നായകൻ തോറ്റ് നിൽക്കുന്ന ഒരു സംഭവം, അവിടുന്ന് പെട്ടെന്ന് അയാളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമകളിൽ അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ സാധനം, ഇല്ലെങ്കിൽ ഒരു വല്ലാത്ത ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഇവിടെ ഒരാൾ വരണം, ഇടിച്ച് കിട്ടണം അവനെ തോന്നുന്ന സമയത്ത്, ഇപ്പൊ ഒരു കോളേജ് ലൈഫൊക്കെ കാണിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാട്ടിലുള്ള വേറെ ഏതെങ്കിലും സീൻസിലോ അങ്ങനത്തെ സമയത്ത് നായകന ആൾക്കാരൊക്കെ വകഞ്ഞ് മറ്റേ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് പൊളിക്കും. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സാധനം ഫുൾ അദ്ദേഹത്തിന്റെ പഞ്ചും ആ ഒരു പവറും അത് കറക്റ്റ് അത് കിട്ടണം എന്നുള്ളതാണ്. അത് എനിക്ക് ഈ ഒരു ടീസറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ സാധനങ്ങൾ കാണാൻ പറ്റും തന്നെ വിചാരിക്കാം. പിന്നെ ടീച്ചർ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ സിനിമയുടെ മറ്റു സംഭവങ്ങളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവർ തന്നിട്ടുണ്ടാവുക. കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ ട്രെയിലർ വരണം. ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ടിടത്തോളം ടീച്ചർ ഈസ് വേറെ ലെവൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അടുത്ത കാണുന്നവരെ.